പരിസ്ഥിതി ദിനത്തിൽ കരിമ്പനയ്ക്കായി മഴക്കാല സഞ്ചാരം നടത്തി രാജേഷ് നന്ദിയങ്കോടിന്റെ 11ാം വിത്തുയാത്രയ്ക്ക് തുടക്കമായി. വെള്ളിയാഴ്ച പാലക്കാട് ജില്ലയിലെ തിരുമറ്റിക്കോട് പഞ്ചായത്തിലെ ചെട്ടിപ്പടി തച്ചേത്തോട് വരമ്പത്തെ യാത്രയുടെ ആദ്യ കരിമ്പന വിത്തുകൾ പാകി. പാടവരമ്പുകളിലും തോടോരങ്ങളിലും കണ്ടുവന്നിരുന്ന കരിമ്പന വംശനാശം വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് കരിമ്പനകളെ തിരിച്ചുപിടിക്കലാണ് വിത്തുയാത്രയുടെ ലക്ഷ്യം. തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലെ തോട് പാടവരമ്പുകളിലും പുഴയോരത്തും മണ്ണിളക്കി കരിമ്പന വിത്തുകൾ പാകും. ഓരോ വർഷവും മഴക്കാലത്ത് പ്രകൃതി സ്നേഹത്തിന്റെ ഉത്സവമാക്കി മാറ്റുന്ന യാത്ര സമൂഹത്തിൽ പരിസ്ഥിതി ലോകത്തിന്റെ അടയാളമായി മാറിക്കഴിഞ്ഞു. വിത്തുയാത്ര ഉദ്ഘാടനത്തിൽ കവി പരമേശ്വരൻ ആറങ്ങോട്ടുകര, സിനിമാ പ്രവർത്തകരായ സുന്ദരൻ ചെട്ടിപ്പടി, ഉണ്ണി ചെട്ടിപ്പടി, നാടക പ്രവർത്തകരായ വാപ്പു പൊലാത്ത്, കഥാകൃത്ത് വി ഗിരീഷ്, കൂടാതെ നാട്ടുകാരും രാജേഷ് നന്ദിയോടൊപ്പം ചേർന്നു. ലാഭമോ പ്രശസ്തിയോ ലക്ഷ്യമാക്കാതെ മണ്ണിനോടുള്ള കടപ്പാടിന്റെ പേരിലാണ് മഴക്കാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന വിത്തുയാത്ര. ഇത് 11ാമത്തെ കൊല്ലമാണ്. കഴിഞ്ഞ 10 വർഷം നമ്മൾ മുടക്കമില്ലാതെ വിത്തുയാത്ര നടത്താൻ പറ്റി. തുടക്കകാലത്തൊക്കെ ഇതിനെ വളരെ പുച്ഛത്തോട് കണ്ടിരുന്ന സമൂഹം ഇപ്പോൾ വളരെ ഗൗരവമായിട്ടാണ് ഇതിനെ നോക്കിക്കാണുന്നത്. വിത്തുയാത്ര നമ്മൾ ഈ വർഷം, ഈ 11ാം വർഷം ഉദ്ഘാടനം നടക്കുന്നത് പാലക്കാട് ജില്ലയിലെ തിരുമറ്റക്കോട് പഞ്ചായത്തിലാണ്. അവിടെ തച്ചേത്തോട്ട് വരുമ്പോഴാണ് നമ്മൾ വിത്തുയാത്ര തുടങ്ങുന്നത്. ഇവിടുത്തെ എല്ലാ പ്രവർത്തകരും ഉണ്ട്, പ്രിയപ്പെട്ട എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ട്. പിന്നെ നാട്ടുകാർ കുറച്ച് പേരും വിത്തുയാത്രയ്ക്ക് ഇവിടെ പങ്കെടുക്കാൻ വരുന്നുണ്ട്. ഇതിൽ വിവിധ മേഖലകളിലുള്ള സുഹൃത്തുക്കൾ, നമ്മുടെ കലാകാരന്മാർ, നാടക പ്രവർത്തകർ, സിനിമാക്കാർ, വിദ്യാർത്ഥികൾ, കുടുംബശ്രീ പ്രവർത്തകർ, തൊഴിലുറപ്പുകാർ, അങ്ങനെ വിവിധ തലങ്ങളിൽ എല്ലാ മനുഷ്യന്മാരും ഈ വിത്തുയാത്രയ്ക്ക് എല്ലാ വർഷവും കൂടെ വരാറ് പതിവുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സ്കൂളുകളിൽ കലാലയങ്ങളിൽ കരിമ്പന എന്ന് പേരിട്ടിട്ട് സ്കൂളുകളിലും ഒരു കരിമ്പനയെങ്കിലും പാലക്കാട് ജില്ലയിൽ, പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിൽ വംശനാശം വന്നുകൊണ്ടിരിക്കുന്ന കരിമ്പന ഒരു സ്കൂളിൽ ഒരു കരിമ്പനയെങ്കിലും നമ്മൾ നട്ടു വളർത്തുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് കലാലയങ്ങളിൽ കരിമ്പന എന്നുള്ളൊരു പദ്ധതിയും കഴിഞ്ഞ വർഷം മുതൽ നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഈ വർഷവും തുടരും. പാലക്കാട് ജില്ലയ്ക്ക് പുറമെ തൃശ്ശൂർ, മലപ്പുറം, ഒപ്പം തന്നെ കോഴിക്കോട് ജില്ലകളിലൊക്കെ നമ്മൾ വിത്തുയാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ വർഷവും അതിന് മുടക്കമുണ്ടാവില്ല. എല്ലാ ജില്ലകളിലേക്കും ഇത് പടരണമെന്നുണ്ട്. കരിമ്പനകൾ ഒരു പാലക്കാട് ജില്ല മാത്രമല്ല, ഈ കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്കും നമ്മൾ കരിമ്പനകളെ തിരിച്ചു കൊണ്ടുവരണം. വളരെ കൂടിയ രീതിയിൽ പാലക്കാട് ജില്ലയിൽ കരിമ്പനകൾ വംശനാശം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയുള്ള ഒരു പദ്ധതിയും പ്രയത്നവുമാണ് നമ്മുടെ വിത്തുയാത്ര. അതുകൊണ്ട് ഇത് തടസ്സമില്ലാതെ ഇനിയും തുടരേണ്ട ആവശ്യം നമ്മുടെ ഒരു വ്യക്തിയുടെ മാത്രം കാര്യമല്ല, എൻ്റെ മാത്രം കാര്യമല്ല, ഈ സമൂഹത്തിൻ്റെ മാത്രം എല്ലാവരും കൂടെ നിന്നുകൊണ്ട് നമ്മൾ വിത്തുയാത്ര ഇനിയും തുടരണം. കരിമ്പനകൾ, വംശനാശം വന്നുകൊണ്ടിരിക്കുന്ന കരിമ്പനകൾ നമ്മൾ കേരളം മുഴുവൻ പടർന്ന് പന്തലിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നമ്മുടെ വിത്തുയാത്ര 11ാമത്തെ വർഷം വിത്തുയാത്ര നമ്മൾ ഇവിടെ തുടങ്ങുകയാണ്.